നമസ്കാരം. KC വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. പ്രധാന വാർത്തകൾ. നിഷ്പക്ഷമായി കൃത്യതയോടെ 16ാം ലോകസഭ. ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിലെ വിജയികളെ KCV പ്രഖ്യാപിച്ചിരുന്നു. ജനങ്ങളുടെ ഹൃദയസ്പന്ദനം കൃത്യമായി അടയാളപ്പെടുത്തുവാൻ KCVക്ക് കഴിഞ്ഞു. വിജയം കൂട്ടായ്മയുടെ ഫലമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. UDF ക്യാമ്പിൽ ആഹ്ലാദം. വികസന തുടർച്ച ഉണ്ടാകുമെന്ന് കൊടിക്കുന്നിൽ. വിമർശന സ്വരങ്ങളെയും വ്യക്തിഹത്യയെയും അതിജീവിച്ച് ആലപ്പുഴയിൽ വീണ്ടും KC വേണുഗോപാൽ. KCക്ക് വിജയം ഉറപ്പിച്ചത് യുവജനങ്ങൾ. വാർത്തകൾ വിശദമായി. പ്രവചനം സത്യമാകുന്നതിന് പിന്നിൽ മണ്ഡലത്തിലെ ജനമനസ്സുകൾ വിശകലനം ചെയ്യുന്നതിലും നിഷ്പക്ഷമതികളെ വിലയിരുത്തുന്നതിൽ KCV ന്യൂസ് ടീം എടുത്ത നിലപാടുകളാണ് വിജയം കണ്ടത്. ആലപ്പുഴയിലെയും മാവേലിക്കരയിലെയും സ്ഥാനാർത്ഥികളുടെ വിജയം മുൻകൂട്ടി പ്രഖ്യാപിക്കുവാൻ KCV ന്യൂസിന് കഴിഞ്ഞതും അതുകൊണ്ട് തന്നെ. തികച്ചും നിഷ്പക്ഷരായ 25ഓളം രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായങ്ങളും ആലപ്പുഴയിലെയും മാവേലിക്കരയിലെയും മുക്കിലും മൂലയിലും നടത്തിയ ജനാഭിപ്രായവും പഠിച്ചാണ് KCV ടീം രണ്ട് മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ വിധി പ്രഖ്യാപിച്ചത്. UDFന്റെ കൂട്ടായ പ്രവർത്തനമാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ വീണ്ടും വിജയിക്കുവാൻ സഹായിച്ചതെന്ന് മാധ്യമപ്രവർത്തകരോടെ കൊടിക്കുന്നിൽ സുരേഷ്. നിരവധി ഊഹാപോഹങ്ങൾ LDF ക്യാമ്പിൽ നിന്നും ഇളക്കിവിട്ടിരുന്നു. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും മാവേലിക്കരയിലെ ജനങ്ങൾ സ്വീകരിക്കില്ലെന്ന് ഇതിൽ നിന്നും വ്യക്തമായിരിക്കുകയാണ്. മാവേലിക്കര മണ്ഡലത്തിലെ UDFന്റെ കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ് തനിക്കുണ്ടായതെന്നും കൊടിക്കുന്നിൽ സുരേഷ് വിജയാഘോഷങ്ങൾക്കിടയിൽ പറഞ്ഞു. നിയോജകമണ്ഡലത്തിലെ MLA-മാർ, അതുപോലെ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാർ എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞത്. ഒരുപാട് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടായിരുന്നു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ഗുണപ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളും അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളും മുഖവിലേക്കെടുത്തില്ല, ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മാവേലിക്കരയിലെ വിജയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രചരണങ്ങൾ, വ്യക്തിഹത്യ, സ്വഭാവഹത്യ, അതുപോലെ തന്നെ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പ്രവർത്തകരെ സമൂഹത്തിന് മുന്നിൽ അവഹേളിക്കൽ, ഇത് ഇനിയെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ നിർത്തണം, അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് അവസരം അഭ്യർത്ഥിക്കുവാൻ. ആവേശ തിരയിളക്കി ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ വിജയാഘോഷം. നിരവധി പ്രത്യാരോപണങ്ങൾക്ക് സാക്ഷിയായ മണ്ഡലം കൂടിയായിരുന്നു ആലപ്പുഴ. തിരഞ്ഞെടുപ്പ് സമയത്ത് ആലപ്പുഴയിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഒന്നും തന്നെ KCയുടെ വിജയത്തിന് തടസ്സമായിട്ടില്ലെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. കോൺഗ്രസ് നേതാവ് കൂടിയായ ഷാനിമോൾ ഉസ്മാന്റെയും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെയും നിലപാടുകൾ KCക്കെതിരെ യാതൊരു ചലനവും സൃഷ്ടിക്കുവാൻ സാധിച്ചില്ല. നിഷ്പക്ഷരായ വലിയൊരു ശതമാനം യുവാക്കളെ സോളാർ കേസിൽ സരിതയുമായുള്ള ബന്ധത്തിന്റെ ആരോപണങ്ങൾക്കിടയിലും KCയിലേക്ക് ആകർഷിക്കുവാൻ സാധിച്ചത് KC വേണുഗോപാലിന്റെ രാഷ്ട്രീയ പാടവം തന്നെയാണ്. പൊതുരംഗത്തുള്ള KCയുടെ ഇടപെടലുകൾ ആരോപണങ്ങളെയെല്ലാം തള്ളിക്കളയുവാൻ സാധിച്ചു. രാഷ്ട്രീയ യുദ്ധങ്ങളിൽ പരാജയിച്ചുവ അറിയാതെ വീണ്ടും ഡൽഹിക്ക് ടിക്കറ്റ് ലഭിച്ചിരിക്കുകയാണ് കണ്ണൂരുകാരനും ആലപ്പുഴയുടെ മാനസപുത്രനുമായ KC വേണുഗോപാലിന്. ന്യൂസ് ഡെസ്ക് KCV. ആലപ്പുഴ മണ്ഡലവും മാവേലിക്കര മണ്ഡലവും LDFന് അന്യമാവുകയാണ്. അനുകൂല സാഹചര്യങ്ങൾ പലതുമുണ്ടായിട്ടും അതിനെ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ പറ്റാത്തത് LDFന്റെ പരാജയമായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. ഇതിന്റെ യഥാർത്ഥ ഉദാഹരണമായി ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുവാൻ സാധിക്കും. ലോക്സഭയിലേക്ക് കോൺഗ്രസിനെ തിരഞ്ഞെടുക്കുകയും നിയമസഭയിലേക്ക് തങ്ങളുടെ രാഷ്ട്രീയ ആദർശം നോക്കി വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. 2004 ആവർത്തിക്കുമെന്ന് പറഞ്ഞാണ് CPM നേതാക്കൾ തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാം മുന്നണി ചർച്ച കൊണ്ടുവന്നത്. എന്നാൽ ഈ അവകാശവാദങ്ങളെയെല്ലാം തള്ളിക്കളയുന്ന തരത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം എന്നത് വാസ്തവം. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 8 ഇടത്ത് ഇടതുപക്ഷവും 12 ഇടത്ത് UDFുമാണ് വിജയിച്ചത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് ഫലം CPMന്റെ ദേശീയ രാഷ്ട്രീയ പദവി പോലും നഷ്ടപ്പെടുത്തുമെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCV. ആലപ്പുഴക്കാരായ ജനങ്ങൾക്ക് വികസനം കാഴ്ചവെക്കുവാൻ താൻ തുടരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. തുടങ്ങിവെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ അവസരം തന്ന ജനങ്ങളോട് നന്ദിയുണ്ടെന്നും KC വേണുഗോപാൽ ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
ജനങ്ങൾക്ക് ഞാൻ വീണ്ടും ആലപ്പുഴയെ പ്രതിനിധീകരിക്കണമെന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അവർ എന്നെ വീണ്ടും തിരഞ്ഞെടുത്തതെന്നും ഈ ഫലത്തിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും എതിരാളികൾക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്ന CPM-നെ ജനങ്ങൾ പാടെ തള്ളിക്കളഞ്ഞുവെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ എന്തെല്ലാം പരീക്ഷണങ്ങളുണ്ടായാലും ആലപ്പുഴയിലെ ജനങ്ങൾ എന്നെ കൈവിടില്ല എന്ന ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള ഇത്രയേറിയ ഒരു വിധിയെഴുത്തുണ്ടായിട്ടും ഒരുപാട് അടിയൊഴുക്കുകളൊക്കെ ഉണ്ടായിട്ടും ആലപ്പുഴയിലെ ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചത് അങ്ങേയറ്റത്തെ കടപ്പാടും നന്ദിയും ആദ്യമായി രേഖപ്പെടുത്തുന്നു. തോൽപ്പിക്കാൻ ശ്രമിച്ചവരോടെന്ന് പറയാനുള്ളത് ഒന്നുമില്ല, ആരോടും പരിഭവമില്ല, ആരോടും പരാതിയില്ല. എന്റെ ഉത്തരവാദിത്തം എന്നെ ജയിപ്പിച്ച ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എല്ലാം മറന്ന് പ്രവർത്തിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയ പൂർത്തിയാകാത്ത വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ അതേപോലെ എനിക്ക് ജനങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. എന്ത് പ്രചരണം ഉണ്ടായാലും ആലപ്പുഴയിലെ ജനങ്ങൾ എന്നെ വിജയിപ്പിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അത് വിജയിച്ചു. അന്ന് അവരോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ചർച്ചാവിഷയാക്കുന്നില്ല. ഞാൻ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, വിവാദങ്ങളിലേക്കില്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആലപ്പുഴയിലെ ജനങ്ങൾ നൽകിയ, UDF നൽകിയ, കോൺഗ്രസ് നൽകിയ അംഗീകാരമാണ്. അവരുടെ അംഗീകാരം അനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എന്തെല്ലാം കൊടുങ്കാറ്റുകളുണ്ടായാലും ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അത് കഴിഞ്ഞ 18 വർഷക്കാലം പ്രവർത്തിച്ചത് 5 വർഷക്കാലം MP എന്നതിൽ പ്രവർത്തിച്ചു. ആ പ്രവർത്തനങ്ങൾ ജനങ്ങളോടൊപ്പമുള്ള പ്രവർത്തനമായിരുന്നു. ആ ജനങ്ങളോടൊപ്പമുള്ള പ്രവർത്തനം നിങ്ങൾക്കറിയാം. 84,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് കഴിഞ്ഞ അസംബ്ലിയിൽ സമ്മാനിച്ച പാർലമെന്റ് മണ്ഡലമാണിത്. ഇനി ഒരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ആലപ്പുഴയിലെ KC വേണുഗോപാലിന്റെ വിജയത്തോടുകൂടി ഷാനിമോൾ ഉസ്മാന്റെയും SNDPയുടെയും നിലപാടുകൾ KCയുടെ വിജയത്തിന് തിരിച്ചടിയാവില്ലെന്ന് ഉറപ്പാക്കുന്നതാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം KC വേണുഗോപാലിനെതിരെ ശക്തമായ ആരോപണമാണ് മുൻ AICC സെക്രട്ടറിയായ ഷാനിമോൾ ഉസ്മാൻ നടത്തിയത്. ഷാനിയുടെ ആരോപണങ്ങളും നിലപാടുകളും KCയുടെ പരാജയത്തിന് കാരണമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കിയിരുന്നത്. അതേസമയം രാഷ്ട്രീയ നിരീക്ഷകർക്ക് നിരീക്ഷിക്കുവാൻ പോയിട്ട് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴയെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് തിരഞ്ഞെടുപ്പിൽ പുറത്തുവന്ന ഫലം.
SNDPയുടെ നിലപാടുകൾക്ക് നിർണായകമായ മണ്ഡലവും ആലപ്പുഴ തന്നെയാണ്. എന്നാൽ കോൺഗ്രസുകാർ തന്നെ നടത്തിയ സർവേയിൽ പോലും KC വേണുഗോപാൽ വിജയിക്കുമെന്ന് പറഞ്ഞിരുന്നില്ല. കോൺഗ്രസ് ക്യാമ്പിനെ പോലും അമ്പരപ്പിച്ചുകൊണ്ടാണ് KCയുടെ വിജയമെന്നത് വാസ്തവം തന്നെയാണ്. മത്സരങ്ങൾ പുതുമയല്ലാത്ത നേതാവാണ് കണ്ണൂരുകാരനായ KC വേണുഗോപാൽ. ഒരു പരീക്ഷണം എന്ന നിലയിലാണ് ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ KCയെ പാർട്ടി നിയോഗിക്കുന്നത്. 3 തവണ MLA ആയി നിയമസഭയിലുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ MLA ആയിരിക്കെ തന്നെയാണ് വീണ്ടും ഒരു പരീക്ഷണമെന്നോണം ലോക്സഭയിലേക്ക് അംഗം കുറിച്ചത്. അതിലും വിജയം കൊയ്ത ശേഷം 2014 തെരഞ്ഞെടുപ്പിലും കിഴക്കിന്റെ വെന്നീസിൽ വിജയക്കൊടി പാറിച്ചത് KC വേണുഗോപാൽ തന്നെ. ന്യൂസ് ഡെസ്ക് KCV. നരേന്ദ്രമോദി കേന്ദ്രത്തിൽ നേടിയ മോഡിയോടെയുള്ള വിജയത്തിന്റെ മോടി കൂട്ടുവാൻ കുട്ടനാട്ടുകാരും 10 വർഷത്തിന് ശേഷം കൈവന്ന വിജയം ആഘോഷിക്കുകയാണ് കുട്ടനാട്ടിലെ BJP പ്രവർത്തകരും. ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിന് സമീപത്തു നിന്നും വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് പ്രകടനം ആരംഭിച്ചത്. 10 വർഷത്തിന് ശേഷം ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നതിന്റെ ആവേശം പ്രവർത്തകർ പാഞ്ചജന്യം മുഴക്കിയാണ് പ്രകടിപ്പിച്ചത്. 100 കണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. BJP ജില്ലാ കമ്മിറ്റി അംഗം മണിക്കുട്ടൻ ചേലേക്കാട്, KP രാജേന്ദ്രൻ, രാജശേഖരൻ, സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടിയ അന്നു മുതൽ ഭീഷ്മരെ ശരശയ്യയിൽ കിടത്തുന്നുവെന്ന് പറയുന്ന രീതിയിൽ ഈ നാട്ടിലെ സകല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷവും UPA എല്ലാം തന്നെ നരേന്ദ്രമോദിയെ വർഗീയവാദിയെന്ന് മുദ്രകുത്തിക്കൊണ്ട്, ഫാസിസ്റ്റ്വാദിയെന്ന് മുദ്രകുത്തിക്കൊണ്ട്, കൂട്ടക്കൊലപാതകം നടത്തി കൊലപാതകയെന്ന് മുദ്രകുത്തിക്കൊണ്ട് നരേന്ദ്രമോദിയെ ഇല്ലാതാക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ 2 മാസം അരങ്ങേറി. ആ അരങ്ങേറ്റത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഭാരതത്തിലെ ധീരന്മാരായ ജനത, ഭാരതത്തെ സ്നേഹിക്കുന്ന ജനസമൂഹം BJPക്ക് അനുകൂലമായി, നരേന്ദ്രമോദിക്ക് അനുകൂലമായി, നമ്മുടെ ഭാരതത്തിന് അനുകൂലമായി വിധി എഴുതി എന്നുള്ള സന്തോഷത്തിന്റെ സുദിനമാണ് ഇന്നുള്ളത്. ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുക. കാലാകാലങ്ങളായി പണിയെടുത്തുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് 40 സീറ്റ് പോലും തികയ്ക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. ആലപ്പുഴയിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ മാധ്യമപ്രവർത്തകർക്ക് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഉണ്ടായിരുന്നത്. അതാത് സമയത്തെ ഫലങ്ങൾ കാണുവാൻ PRDയാണ് സജ്ജീകരണം ഏർപ്പെടുത്തിയത്. വോട്ടെണ്ണൽ നടക്കുന്ന സമയത്ത് പുറത്തുവരുന്ന കാര്യങ്ങൾ കൃത്യതയോടെ ജനങ്ങൾക്ക് കൈമാറുവാൻ വന്ന മാധ്യമ പ്രവർത്തകർക്ക് വിപുലമായ സജ്ജീകരണങ്ങളാണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയിരുന്നത്. വിശ്രമിക്കാനുള്ള സജ്ജീകരണവും ഇവിടെ ഒരുക്കിയിരുന്നു. മാവേലിക്കര നിയോജക മണ്ഡലങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 4 കൗണ്ടിംഗ് സെന്ററുകളിലും മീഡിയ സെന്റർ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരെയും ജനങ്ങളെയും അറിയിക്കുവാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് ചിലമ്പൊലിയുടെ നേതൃത്വത്തിൽ ചിലമ്പൊലി ഫെസ്റ്റ് മെയ് 17, 18 തീയതികളിൽ ചങ്ങനാശ്ശേരി ആനന്ദാശ്രമ ഓഡിറ്റോറിയത്തിൽ നടക്കും. ചിലമ്പൊലിയുടെ 8ാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത്. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി കേന്ദ്രീകരിച്ച് ആരംഭിച്ച കലാക്ഷേത്രം ചിട്ടയായ പഠന രീതികളും ഉന്നത നിലവാരവും കലാപ്രതിഭകൾക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി കേന്ദ്രീകരിച്ച് 2006 ആരംഭിച്ചതാണ് ചിലമ്പൊലി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്. ഇന്നിപ്പോൾ അതിന്റെ 8ാമത്തെ വാർഷികം ഈ മാസം 17, 18 തീയതികളിൽ ആനന്ദാശ്രമം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുക. കുട്ടികളുടെ നിരവധി കലാപരിപാടികളും പഠന ക്ലാസുകളും കഥകളിയും ഒക്കെ ഇപ്രാവശ്യം തയ്യാറാക്കിയിട്ടുണ്ട്. 2 ദിവസം നിലനിൽക്കുന്ന പരിപാടിയിൽ ഏതാണ്ട് 40ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന നൃത്ത അരങ്ങേറ്റവും ഇപ്രാവശ്യം സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ഈ ആഘോഷ പരിപാടികൾ വളരെ വിപുലമായ രീതിയിലാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ പൊതുജനം കാണണമെന്നുള്ളൊരു കൺസെപ്റ്റ് മുന്നിലുള്ളത് കൊണ്ടാണ്
ഞങ്ങൾ ഇത്ര ഒരു ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്തു വരുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ ഗായത്രി വിജയകുമാർ, ബൈജു ബി, AV പ്രതീഷ് എന്നിവർ പങ്കെടുത്തു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വൻ വിജയം നേടിയ BJPക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മങ്കൊമ്പിൽ പ്രവർത്തകർ പ്രകടനം നടത്തി. വെള്ളിയാഴ്ച 5:30 മങ്കമ്പ് ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ 100ഓളം പ്രവർത്തകർ പങ്കെടുത്തു. കോൺഗ്രസിനെയും UPA സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രകടനം നടത്തിയത്. മാവേലിക്കരയിൽ വിജയിച്ച കൊടിക്കുന്നിൽ സുരേഷിന് കുട്ടനാട്, ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലങ്ങളിൽ സ്വീകരണം നൽകി. 100 കണക്കിന് പാർട്ടി പ്രവർത്തകരാണ് കൊടിക്കുന്നിലിനൊപ്പം അനുഗമിച്ചത്. തുടർച്ചയായി 2ാം തവണയും മാവേലിക്കരയിൽ വിജയിച്ച കൊടിക്കുന്നിൽ സുരേഷിന് അഭിവാദ്യം അർപ്പിക്കാൻ 100 കണക്കിന് പാർട്ടി പ്രവർത്തകരാണ് ഓരോ സ്വീകരണ സ്ഥലത്തും ഒത്തുകൂടിയത്. തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. ഇനി ചരമവാർത്തകൾ. പുളുങ്കുന്ന് കായൽപ്പുറം കുറിച്ചിത്ര തങ്കപ്പൻ നിര്യാതനായി 65 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 2:30 കായൽപ്പുറം സെന്റ് ജോസഫ് ദേവാലയ സിമിത്തേരിയിൽ. ചങ്ങങ്കരി ആശാൻ പറമ്പിൽ തോമസ് ദേവസ്യ നിര്യാതനായി 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മുട്ടാർ മാലിയിൽ വർഗീസ് ദേവസ്യ നിര്യാതനായി 79 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 10 മുട്ടാർ സെന്റ് ജോർജ് പഴയപള്ളി സിമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിഷ്പക്ഷമായി കൃത്യതയോടെ 16ാം ലോക്സഭ. ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിലെ വിജയികളെ KCV പ്രഖ്യാപിച്ചിരുന്നു. ജനങ്ങളുടെ ഹൃദയസ്പന്ദനം കൃത്യമായി അടയാളപ്പെടുത്തുവാൻ KCVക്ക് കഴിഞ്ഞു. വിജയം കൂട്ടായ്മയുടെ ഫലമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. UDF ക്യാമ്പിൽ ആഹ്ലാദം, വികസന തുടർച്ച ഉണ്ടാകുമെന്ന് കൊടിക്കുന്നിൽ. വിമർശന ശരങ്ങളെയും വ്യക്തിഹത്യയെയും അതിജീവിച്ച് ആലപ്പുഴയിൽ വീണ്ടും KC വേണുഗോപാൽ. KCക്ക് വിജയം ഉറപ്പിച്ചത് യുവജനങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.